പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരായ സാന്ദ്ര തോമസിന്റെ ഹർജി തള്ളി. എറണാകുളം സബ് കോടതിയുടേതാണ് നടപടി. സാന്ദ്ര തോമസിന്റെ വാദങ്ങൾ വ്യാജമെന്ന് തെളിഞ്ഞതായി നിർമ്മാതാക്കളായ ജി സുരേഷ് കുമാറും ലിസ്റ്റിൻ സ്റ്റീഫനും പ്രതികരിച്ചു. എന്തായാലും കോടതി അവർക്ക് മത്സരിക്കാൻ യോഗ്യതയല്ലെന്ന് കോടതി കണ്ടെത്തി. അത് വളരെ നല്ലൊരു, ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു വിധി തന്നെയാണ്. അപ്പം നമ്മൾ റിട്ടേണിംഗ് ഓഫീസറെ വെച്ചിട്ടുണ്ടായിരുന്നത് അത് പാടില്ല എന്നുള്ളത് അതും തള്ളി. അപ്പം ഇതൊരു നമ്മൾ പ്രതീക്ഷിച്ച വിധി തന്നെയാണ് വന്നത്. വളരെ സന്തോഷമുണ്ട് ആ വിധി. പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ മെമ്പേഴ്സിനെതിരെ പരാതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷനെതിരെ പരാതിയായിരുന്നു, വരണാധികാരിക്കെതിരെ പരാതിയായിരുന്നു, ബൈലോയ്ക്കെതിരെ പരാതിയായിരുന്നു. ഇനിയിപ്പോൾ കോടതിയും തെറ്റാണോ എന്ന് പറയുമെന്ന് അറിയത്തില്ല. എന്തെല്ലാം ചീപ്പ് ഷോകളാണ് കാട്ടിക്കൊണ്ടിരുന്നത്. ആൾക്കെന്തോ ഫ്രസ്ട്രേഷൻസ് വന്നതെന്നോ ഞങ്ങളുടെ ഒരു പൂർണ്ണ വിശ്വാസം. അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവർക്കും എതിരെ തുറന്നടിച്ചിട്ട് ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമുള്ള കേസല്ലല്ലോ. വിധി തിരിച്ചടിയായി കാണുന്നില്ലെന്നും പോരാട്ടം തുടരുമെന്നും സാന്ദ്ര തോമസ് പ്രതികരിച്ചു. എനിക്കങ്ങനെ നിരാശയൊന്നുമില്ല. കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്, എല്ലാം കൊണ്ടും പവർഫുൾ ആയിട്ടുള്ള ആളുകൾക്കെതിരെയാണ് എൻ്റെ യുദ്ധം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സൈഡിൽ നിന്നും നീതി കിട്ടും എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ എൻ്റെ യുദ്ധം അല്ലെങ്കിൽ എൻ്റെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. നിഷ്പക്ഷമായിട്ടുള്ളൊരു ഇലക്ഷനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇലക്ഷൻ നടത്താതിരിക്കാനല്ല നോക്കുന്നത്. ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു ഇലക്ഷൻ നടക്കണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഇപ്പോൾ കോടതിയുടെ ഈ ഒരു ഭാഗത്തുനിന്നും ഹർജി തള്ളുന്ന നടപടി അത് പക്ഷേ ഒരു തിരിച്ചടിയായൊന്നും കാണുന്നില്ല. നിയമ പോരാട്ടങ്ങളുമായി താൻ മുന്നോട്ട് തന്നെ പോകുമെന്ന് സാന്ദ്ര പറയുന്നു. പക്ഷേ നാളെയാണ് തെരഞ്ഞെടുപ്പ്, അപ്പോൾ മത്സരിക്കാൻ കഴിയില്ല എന്നുറപ്പായി കഴിഞ്ഞു അല്ലേ? സാന്ദ്രയ്ക്ക് അതൊരു തിരിച്ചടി തന്നെയാണ് നിയമപരമായി നോക്കിക്കഴിഞ്ഞാൽ. കാരണം ഈ നാമനിർദ്ദേശ പത്രിക തള്ളിയതിന് പിന്നാലെയാണ് സാന്ദ്ര എറണാകുളം സബ് കോടതിയെ സമീപിക്കുന്നത്. പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ അത് ബൈലോ പ്രകാരം താൻ നൽകിയ നാമനിർദ്ദേശ പത്രികയാണ്, അത് തള്ളിയത് അടിസ്ഥാനരഹിതം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആദ്യത്തേത്. മറ്റൊന്ന്, ഈ വരണാധികാരിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. വരണാധികാരിയെ നിയമിച്ചത് അത് നിയമപരമല്ല, ബൈലോ പ്രകാരമല്ല എന്നുള്ള കാര്യവും പറഞ്ഞിരുന്നു. ഈ ആവശ്യങ്ങൾ ഒക്കെയാണ് സാന്ദ്ര തന്റെ ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം നിലവിൽ എറണാകുളം സബ് കോടതി തള്ളുകയാണ്. ആ പശ്ചാത്തലത്തിൽ നാളെ നടക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിന് മത്സരിക്കാനാവില്ല. സാന്ദ്രയുടെ പത്രിക തള്ളാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസ് എന്ന പേരിൽ 3 സെൻസസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് മത്സരിക്കാൻ, കീ പോസ്റ്റിലേക്ക് മത്സരിക്കാനാവുകയുള്ളൂ. പക്ഷേ സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസ് എന്ന പേരിൽ നിലവിൽ 2 സെൻസസ് സർട്ടിഫിക്കറ്റ് മാത്രമാണ് സാന്ദ്രക്കുള്ളത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സാന്ദ്രയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയത്. നേരത്തെ സാന്ദ്ര ഫ്രൈഡേ ഫിലിംസിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് അത് കണക്കാക്കാനാവില്ല. സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസ് എന്ന പേരിൽ 3 സെൻസസ് സർട്ടിഫിക്കറ്റുകൾ വേണം എന്നാണ് വരണാധികാരി ചൂണ്ടിക്കാട്ടി പത്രിക തള്ളുകയും ചെയ്തത്. എന്നാൽ ഇത് സംഘടിത നീക്കമാണെന്നും ഇതിനെതിരെ താൻ നിയമപോരാട്ടം തുടരുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സാന്ദ്ര സബ് കോടതിയെ സമീപിച്ചത്. പക്ഷേ അവിടെ നിന്നും തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഒരു പക്ഷേ ഇനി ഇപ്പോൾ ഈ നടക്കാൻ പോകുന്ന ഇലക്ഷൻ, അതിനുശേഷം ആ ഇലക്ഷൻ പൂർത്തിയായ ശേഷം അതിനെ ചലഞ്ച് ചെയ്യുക എന്നുള്ളതായിരിക്കും സാന്ദ്രയുടെ അടുത്ത നീക്കമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.